കൗസല്യ ഇത് വെച്ചോ, ചെലവ് കിടക്കല. എന്തൊരു ഒരുക്കന്റെ ദൈവമാളെ. ഈ കൗസല്യ എന്താ സംബന്ധത്തിന് പോവാ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. ഹരിനാരായണൻ എന്നൊരാള് നവരാത്രി സംഗീതോത്സവത്തിന് വരുന്നുണ്ടെന്ന് കേട്ടു. ആ ആള് തന്നെയാണോ ഈ ആള് എന്നെനിക്കറിയില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആ ഇപ്പൊ അങ്ങനെ ആയോ? നീ പോടച്ചക്ക, അമ്മാള് വരൂ. അമ്മാളെ വാ. അമ്മാളെവിടെ? എവിടെ? വാ. അമ്മാളെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുതെന്ന്. അതിപ്പോ കൗസല്യയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല, ആള് വന്നില്ല. അമ്മാളെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്നാളും കൂടെയുള്ള യാത്ര ശരിയാവില്ല എന്ന്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നല്ല കുശാലായിട്ട് ചാപ്പാടടിച്ചിട്ട് അങ്ങോട്ട് പോവാ, അത്ര തന്നെ. അതേ ഉള്ളൂ ചിന്ത. ഈ കഴിക്കുന്നൊക്കെ എവിടേക്കാ പോന്നതാവോ? ഉറങ്ങുവത് പോതും ചാക്കാട്. എന്താടാ ചെക്ക, ഇന്ന് നിനക്ക് ചാക്കാലൊന്നും ഇല്ലേ? അറിഞ്ഞോ ദേവമാളെ? എന്ത്? നമ്മുടെ മാർത്താണ്ഡനെ. എന്താ മാർത്താണ്ഡന്? നമ്മുടെ ഭ്രാന്തൻ മാർത്താണ്ഡനെ കുതിരവട്ടത്തുണ്ട്. ഇന്നലെ ചങ്കലയും പൊട്ടിച്ചോണ്ട് ഓടിയതാ. കടവത്തിട്ട് എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ച്. അയ്യോ, എനിക്ക് വയ്യ. நான் எப்படி தூங்குவோம் கௌசல்யா? അമ്മാള് കിടന്നില്ലേ? എന്താ അമ്മാളെ? நானும் சத்து போடுமா கௌசல்யா? കിടന്നോളൂ.
ഛേ, കാലൻ. സുപ്രുവിന് തെക്കന്റെ രഹസ്യങ്ങളൊക്കെ അറിയാം. ഇന്നലെയും പാലില് വെള്ളം ഒഴിച്ച് തെക്കേ മഠത്തിന്റെ പുറകിൽ വെച്ച് ഞാൻ കണ്ടു. അല്ല, നിന്റെ അയ്യരെ പറ്റി വല്ല വിവരമുണ്ടോ? ഇത്തവണ തേരോട്ടത്തിനെങ്കിലും വരുമോ? എന്റെ പെരുമാളെ, വരല്ലേന്ന എന്റെ പ്രാർത്ഥന. ഒരിക്കൽ വന്നു പോയതിന്റെ കടം ഈ കഴിഞ്ഞ തേരോട്ടത്തിനാ ഞാൻ കൊടുത്തു തീർത്തത്. അങ്ങേർക്കൊരാളുണ്ടെന്നാലോ കേൾവി മദ്രാസില്. അവളുടെ കഷ്ടകാലം. എനിക്ക് എന്റെ ദേവമാളുണ്ട്, കയറി കിടക്കാൻ ഒരിടവും ഉണ്ട്. അത് മതി ധാരാളം. കൗസല്യം ഉള്ളത് ദേവമ്മാളിന്റെ ഒരു ഭാഗ്യവാ. മാർത്താണ്ഡം പോയത് പിന്നെ ദേവമാൾ ഉറങ്ങിയിട്ടില്ലെന്നാ കേക്കണത്. ശരിയാ, ഉറക്കില്ലെന്ന് മാത്രല്ല, കൂടെ കിടക്കുന്നവർക്ക് സ്വൈര്യം തരില്ല. ആ, എങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം അത്. ഭർത്താവും മകളും മരിച്ച പിന്നെ ഈ ഒരു അവസ്ഥയായത്. അത് ശരിയാ അമ്മാളെ. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, ഫാദയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പാതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. ഗ്രീഷ്മമേ സഖി, ഗ്രീഷ്മമേ സഖി, നമുക്കൊരു ഊഷ്മള ദീപ്തിയാർന്നൊരു മധ്യാനവേനൽ. എത്രമേൽ സുഖം, എത്രമേൽ വർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രധാനം. ഗ്രീഷ്മമേ സഖി. തിത്തിത്തേ 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 തിത്തിത്തേ. ദേ പാരു വീണ, പലതവണ നീ സ്റ്റെപ്പ് തെറ്റിക്കണു. ഇനി തെറ്റിച്ചാലുണ്ടല്ലോ കവിളിട്ട് ഞാനൊരു കുത്തു വെച്ചേരും. കളിക്ക്. തിത്തിത്തേ 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 തിത്തിത്തേ. കല ഭഗവാന്റെ വരദാനോ, ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് തന്നത്. അതിലൊരിക്കലും നമുക്ക് അഹങ്കാരം പാടില്ല. അഹങ്കരിച്ചാൽ ഭഗവാൻ തന്നെ അത് തിരിച്ചെടുക്കും. പിഴയ്ക്കാത്ത ചുവടുകളാണ് ഒരു നർത്തകിക്ക് വേണ്ടത് ജീവിതത്തിലും. ഗിന, നീ പറയും പോലെ വാരണാസിയിലെ തെരുവുകളിലും മൈസൂരിലെ ഗലികളിലും അല്ല സംഗീതം. സഞ്ചാരപഥയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിര. കേട്ടിട്ടുണ്ടോ നീ? വെക്കണ കാലടികളെല്ലാം ശിവപെരുമാളിനുള്ള പ്രദക്ഷിണമെന്നാണ്. പാടിയതാരാണെന്ന് അറിയോ നിനക്ക്? ശ്രീ ശങ്കരാചാര്യ സ്വാമികള്.
ശീർകാഴിയിലും ലാൽഗുഡിയിലും താളം ചവിട്ടുന്ന വയലേലകളിലും നിനക്ക് കേൾക്കാം ഗിന സംഗീതം. അവിടെ മുറ്റത്ത് കോലം വരയ്ക്കുന്ന കൈകളിൽ നിനക്ക് കാണാം ആ സംഗീതം. ഞാനുമുണ്ട് നിന്നോടൊപ്പം ഈ യാത്രയിൽ. നമുക്ക് നാളേക്ക് പോലാ.